പൈൽസ് കുറയ്ക്കുന്ന ഭക്ഷണങ്ങളെ പറ്റി നമ്മൾ മുൻപേ പരിചയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പൈൽസ് വർദ്ധിപ്പിക്കുന്ന 5 ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ആദ്യത്തേത് സ്പൈസി ഫുഡാണ്, അതായത് അമിതമായി എരിവടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ. ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ നമ്മളെ മലദ്വാരത്തിനെ ഇറിറ്റേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. സോ നിങ്ങൾക്ക് മോഷൻ പാസ് ചെയ്യുന്ന സമയത്ത് അമിതമായ എരിച്ചിലും പുകച്ചിലും അനുഭവപ്പെടാം. ഇത് അവിടെയുള്ള പൈൽസിനെയും അവിടെയുള്ള ഇൻഫ്ലമേഷനെയും വർദ്ധിപ്പിക്കാനുള്ള ഒരു കാരണമാണ്. രണ്ടാമത്തേത് മൈദയാണ്. ഇതിൽ ഫൈബറിന്റെ അളവ് വളരെ കുറവായതിനാൽ നമുക്ക് മലബന്ധത്തിന്റെ ഇഷ്യൂസാണ് ഉണ്ടാക്കുന്നത്. അത് നിങ്ങളുടെ മോഷൻ കൂടുതൽ കട്ടിയുള്ളതാകാനും സ്ട്രെയിൻ അപ്ലൈ ചെയ്തുകൊണ്ട് മോഷൻ പാസ് ചെയ്യേണ്ട ഒരവസ്ഥയിലേക്കും എത്തിക്കുന്നു. ഇത് ഓൾറെഡി ഉള്ള പൈൽസിനെ വർദ്ധിപ്പിക്കാനുള്ള മെയിൻ കാരണമാണ്. മൂന്നാമത്തേത് ഡീപ്പ് ഓയിലി ഫ്രൈഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളും അതേപോലെ ജങ്ക് ഫുഡ്സുമാണ്. ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളിലും ഫൈബർ കണ്ടന്റ് വളരെ കുറവായിരിക്കും, അതേപോലെ അമിതമായിട്ടുള്ള ഫാറ്റ് കണ്ടന്റും ഉണ്ടായിരിക്കും. സോ ഇത് നമ്മുടെ ഡൈജഷനെ സ്ലോ ഡൗൺ ചെയ്യാനും പിന്നീട് അത് കോൺസ്റ്റിപ്പേഷനിലേക്കും പിന്നീട് അത് പൈൽസ് വർദ്ധിക്കാനുള്ള ഒരു കാരണമായിട്ടും മാറുന്നുണ്ട്. അടുത്തത് റെഡ് മീറ്റ് ആണ്, അതായത് ബീഫ്, മട്ടൺ, പോർക്ക് ഇവയൊക്കെ റെഡ് മീറ്റിൽ വരുന്നതാണ്. ഇതിലും നാരുകളുടെ അംശം വളരെ കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ ദഹനം ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. സോ ഇത് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധത്തിൻ്റെ ഇഷ്യൂസിലേക്ക് നയിക്കുന്നു. പിന്നീട് സ്ട്രെയിൻ അപ്ലൈ ചെയ്തുകൊണ്ട് മോഷൻ പാസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ പൈൽസുമായിട്ട് ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുകളും വർദ്ധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അവസാനത്തേത് ആൽക്കഹോൾ ആൻഡ് കഫെയിൻ ആണ്. ഇത്തരത്തിലുള്ള ഡ്രിങ്ക്സ് നമ്മൾ കുടിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷനുള്ള സാധ്യത ഏറെയാണ്. സോ ഇത് മലം കൂടുതൽ ഡ്രൈ ആക്കുകയും കട്ടിയുള്ളതാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇത് കോൺസ്റ്റിപ്പേഷനിലേക്കും സ്ട്രെയിൻ അപ്ലൈ ചെയ്തുകൊണ്ട് മലവിസർജനം നടത്തേണ്ട ഒരു സാഹചര്യത്തിലേക്കും എത്തിക്കുന്നു. ഇത് പൈൽസിന്റെ ബുദ്ധിമുട്ടുകൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു മെയിൻ കാരണമായിട്ട് പലപ്പോഴും മാറാറുണ്ട്.